ചില വിശ്വാസ സത്യങ്ങൾ കൊച്ചുമോൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവനം. പഴയ സമയക്രമം പുനർസ്ഥാപിക്കണം. മലങ്കര ഓർത്തഡോക്സ് സഭ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഹാശ ആഴ്ച ആരാധനയുടെ സമയക്രമങ്ങൾ മാറ്റിയിരുന്നു. എന്നാൽ പിറ്റേ വർഷം തന്നെ അവർ അത് തിരിച്ച് പഴയ രീതിയിലേക്ക് മാറ്റപ്പെടുത്തുകയും ചെയ്തു. സഭകളുടെ എല്ലാം മാതൃസഭയായ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ പൈതൃകം അവകാശപ്പെടുന്ന ക്നാനായ സമുദായവും ആ ക്രമത്തോട് അനുകരിച്ച് മാറ്റം വരുത്തുകയും ഇപ്പോഴും ആ നിലയിൽ തന്നെ തുടരുന്ന ഈ രീതി പിതാക്കന്മാരുടെ വിശ്വാസത്തിന് വിപരീതമാണ്. നമ്മുടെ ക്രമങ്ങളും പാരമ്പര്യങ്ങളും മാറ്റരുതെന്നാണ് പൗലോസ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രധാന സംഗതികളെ ക്രമം തെറ്റാതെ പിതാക്കന്മാർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കി പിതാക്കന്മാർ നിശ്ചയിച്ച ദിവസങ്ങളും സമയങ്ങളും ആരാധനാക്രമങ്ങളും വേദശാസ്ത്ര അടിസ്ഥാനത്തിൽ ആയിരുന്നത് ഇന്ന് മാറ്റപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാം. അതാണ് സഭയുടെ പാരമ്പര്യം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനോട് നിന്നിൽ നിന്ന് ഒരു അടയാളം കാണിക്കുവാൻ ആഗ്രഹിക്കുന്നതായി പറഞ്ഞതിന് യേശു അവരോട് യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കില്ലെന്നും യോന തിമിംഗലത്തിൻ്റെ വയറ്റിൽ 3 രാത്രിയും 3 പകലും ഇരുന്ന പ്രകാരം മനുഷ്യപുത്രനും ഭൂമിക്കുള്ളിൽ 3 രാത്രിയും 3 പകലും ഇരിക്കും എന്ന പറഞ്ഞതിന് വിപരീതമായി ഇപ്പോൾ ദുഃഖവെള്ളിയാഴ്ച സന്ധ്യ മുതൽ ദുഃഖശനിയാഴ്ച സന്ധ്യ വരെ ഒരു ദിവസമായി കുറച്ചു. യേശു ഭൂമിക്കുള്ളിൽ ഇപ്പോൾ ആകെ ഒരു ദിവസമാണ് കിടക്കുന്നതായി കാണുന്നത്. ഇത് വേദാനുസരണം ആകുന്നില്ല. എല്ലാ ഞായറാഴ്ചകളിലും മുൻപ് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് 9 മണിക്ക് ആയിരുന്നു. എന്നാൽ യേശുവിൻ്റെ ഉയർപ്പ് മഗ്ദലന മറിയം കല്ലറയിൽ പോയി കണ്ടത് വെളുപ്പിനെ ആയിരുന്നതിനാൽ നമ്മളുടെ ഉയർപ്പിൻ്റെ ഞായറാഴ്ചത്തെ ശുശ്രൂഷയും പിതാക്കന്മാർ വെളുപ്പിനെ വേണമെന്ന് തീരുമാനിച്ചത് സഭയുടെ പാരമ്പര്യം ആയിരുന്നു. അത് ഇപ്പോൾ ശനിയാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നതും വേദാനുസരണം ആകുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ച നമുക്ക് ഒരു ഹർത്താൽ പോലെ എങ്ങും എവിടെയും ഒരു ശൂന്യത നിറഞ്ഞ ഡേ ആയി കാണപ്പെടുന്നു. യേശു ജനിച്ചതറിഞ്ഞ വിദ്വാൻമാരും ആട്ടിടയന്മാരും പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചയായി അർപ്പിച്ചതും വെളുപ്പിനെയായിരുന്നു. ആട്ടിടയർ തീ കാഞ്ഞതിൻ്റെ ഓർമ്മയെ സൂചിപ്പിക്കുന്നതിനായി നമ്മുടെ പള്ളിയിലും വെളുപ്പിനെ തീ കാഞ്ഞ് ഉള്ള ഒരു പ്രാർത്ഥനാ ക്രമവും ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അത് പടക്കക്കച്ചവടക്കാരും കരോളുകാരും അവധി ദിവസങ്ങളാകിയാൽ ബന്ധുമിത്രാദികളും വരുന്ന സമയത്തേക്ക് മാറ്റപ്പെടുത്തി വിശുദ്ധിയോടെ പള്ളിയിൽ വരേണ്ടതിന് തടസ്സവുമാക്കി തീർത്തിരിക്കുകയാണ്. ഇതിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ ഹാശ ആഴ്ചയിലെ ആരാധനയുടെ സമയക്രമം മാറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ പിതാക്കന്മാരുടെ നിശ്ചയത്തിന് വിപരീതവും അവരോടുള്ള ഒരു അവഗണനയും ആകുന്നു. ദുഃഖശനിയാഴ്ച യേശു പാതാളത്തിൽ തടവിൽ പാർത്തിരുന്ന നോഹയുടെ കാലത്ത് മരിച്ച ജലപ്രളയത്തിലെ ആത്മാക്കളോട് സുവിശേഷം അറിയിച്ച 1 പത്രോസ് 4:6 അതിൻ്റെ ഓർമ്മയായി ശനിയാഴ്ചത്തെ കുർബാനയും ഉയർപ്പിൻ്റെ കുർബാനയും കൂടി ശനിയാഴ്ച തന്നെ ഒരേ പള്ളിയിൽ 2 കുർബാന നടത്തുന്നതും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും പാരമ്പര്യത്തിന് വിപരീതവും ആക്കി തീർത്തിരിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ നിഴലായി യെശയ്യാവ് 6
യെശയ്യാവ് തൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ച് നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് താൻ കാണുന്നത് ഒരു മാലാഖ തീക്കട്ട യാഗപീഠത്തിൽ നിന്നെടുത്ത് തൻ്റെ അധരത്തിൽ സ്പർശിച്ചപ്പോൾ തൻ്റെ പാപം നീങ്ങിയതായി പറയപ്പെട്ടിരിക്കുന്നു. ഇത് വിശുദ്ധ കുർബാനയുടെ ഒരു നിഴൽ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെയും പാപമോചനത്തിന് ഈ വിശുദ്ധ കുർബാന അപ്രകാരം സഭ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആണ്. ഇപ്പോൾ പെസഹ ബുധനാഴ്ച ഈ വിശുദ്ധ ബലി കർമ്മങ്ങൾ പെസഹ വ്യാഴാഴ്ചത്തേത് മാറ്റിയതും സഭയുടെ വിശ്വാസത്തിന് വിപരീതമാണ്. പലർക്കും വിശുദ്ധിയോടും വെടുപ്പോടും കൂടി അനുഭവിക്കേണ്ട കുർബാന ജോലി തിരക്കുകൾ നിമിത്തം കഴിയാതെ പോകുന്നു. പെട്ടെന്ന് വന്ന് അശുദ്ധിയോടുകൂടി വിശുദ്ധ കുർബാന കഴിക്കാനും അത് ഇടയാക്കുന്നു. നമുക്ക് ഒന്നും അനുദപിച്ച് മാനസാന്തരം പ്രാപിക്കുവാൻ പോലും സമയം കിട്ടുന്നില്ല. പുരോഹിതരാണെങ്കിൽ പോലും പെസഹ ബുധനാഴ്ചത്തെ വിശുദ്ധ കുമ്പസാരം നടത്തി ക്ഷീണിച്ച ശേഷം ഒരു വിശ്രമം എടുത്തതിന് ശേഷം പിറ്റേ ദിവസം വെടിപ്പോടുകൂടി പെസഹ വ്യാഴാഴ്ചത്തെ കുർബാന അനുഷ്ഠിച്ചിരുന്നതും ഇപ്പോൾ നിർത്തലാക്കി. യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ ഉപവസിക്കാൻ പഠിപ്പിക്കുന്നു. അതുപോലെ ഞങ്ങളെയും ഉപവസിക്കാൻ പഠിപ്പിക്കണമെന്ന് യേശുവിനോട് തൻ്റെ ശിഷ്യന്മാർ ആവശ്യപ്പെട്ടപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, മണവാളൻ ഇപ്പോൾ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർ ഉപവസിക്കേണ്ടെന്നാണ് പറഞ്ഞത്. അതിനാലാണ് നമ്മുടെ സഭയും വലിയ നോയമ്പിൽ എല്ലാ വെള്ളിയാഴ്ചയും സന്ധ്യ മുതൽ ഞായറാഴ്ച സന്ധ്യ വരെ നോയമ്പിലെ പ്രാർത്ഥനകൾക്ക് വിലക്ക് കൽപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ലാത്ത കുർബാനയുള്ള ദിവസങ്ങളായതുകൊണ്ട് ഈ ഉപവാസം മണവാളൻ ഉള്ള ദിവസങ്ങളായി ശനിയും ഞായറും വിശുദ്ധ കുർബാനയിൽ നമുക്ക് സംബന്ധിക്കുകയും ചെയ്യാവുന്നത് കൊണ്ടാണ്. പിന്നെ യേശു പറയുന്ന, ആരെങ്കിലും പഴയ വസ്ത്രത്തോടെ പുതിയ തുണിക്കഷ്ണം ചേർത്ത് തുന്നുമോ? ആരെങ്കിലും പഴയ തുരുത്തിയിൽ പുതുവീഞ്ഞ് പകരുമോ? യേശുവിൻ്റെ ഈ വാക്കുകൾ നമുക്കിവിടെയും അന്വർത്ഥമാണ്. പഴയ സഭയായ നമ്മുടെ സഭയ്ക്ക് ഈ പുതിയ ക്രമം ചേർക്കേണ്ട ആവശ്യം ഉണ്ടോ? തെറ്റല്ലേ? ഇപ്പോൾ നാം മാറ്റപ്പെടുത്തിയ ക്രമങ്ങൾ ക്രിസ്തുമസിനും പെസഹായ്ക്കും ഉയർപ്പിനും വെളുപ്പിനെ വരെ 5 മണിയോടുകൂടി ആരംഭിച്ച് 9:30 വരെ നീക്കി അത് പര്യവസാനിപ്പിക്കുന്നതല്ലേ ഉചിതം? പിതാക്കന്മാരുടെ നിശ്ചയപ്രകാരമുള്ള ക്രമങ്ങളും ഭാഷാ ആഴ്ചയിലെ കൗമാകളും ക്രമങ്ങൾക്കും മാറ്റം വരുത്തിയുള്ള പുസ്തകവും അച്ചടിക്കാതെ പഴയ പുസ്തകം കൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനാ ശൈലി മുന്നോട്ട് പോവുകയും ചെയ്യാവുന്നതാണല്ലോ. ഇതുപോലെ മാറ്റപ്പെടുത്തേണ്ട മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചുകൂടി നമുക്ക് ചിന്തിക്കാം. പലപ്പോഴും ട്രെയിനിൻ്റെ ടിക്കറ്റും പ്ലെയിനിൻ്റെ ടിക്കറ്റും ഒക്കെ എടുത്ത് വളരെ ധൃതിയിൽ പോകാൻ അന്ന് ഞായറാഴ്ചത്തെ കുർബാനയിൽ സംബന്ധിക്കാൻ വന്നിട്ട് പോകുന്നവരെ ഉണ്ട്. അപ്രകാരം അവർ ധൃതിയിൽ പോകുന്നതിന് നിൽക്കുമ്പോൾ അന്നത്തെ ഏവെങ്കേലിയൻ വായിച്ചുള്ള ഒരു പ്രസംഗം അവർക്ക് കുർബാന മുഴുവൻ കാണുന്നതിനുള്ള സമയം ലഭിച്ചെന്ന് വരികയില്ല. അപ്പോൾ അവർക്ക് കുർബാന മുഴുവൻ കാണാനിടയായ ഒരു ആത്മസംതൃപ്തിയോടെ പോകാൻ ഇടയാകണമെങ്കിൽ നമ്മുടെ പുരോഹിതരെ കുർബാനയ്ക്ക് ശേഷം ഏവൻഗേലിയോൻ വിവരിച്ചുള്ള പ്രസംഗം ആക്കുന്നതല്ലേ നല്ലത്? പിന്നീട് ചില പുരോഹിതർ തങ്ങളുടെ സ്വന്തം താല്പര്യത്തിന് നമ്മുടെ ആരാധനാക്രമങ്ങളിൽ മാറ്റപ്പെടുത്താറുണ്ട്. സുറിയാനി ഗീതങ്ങളിലുള്ള മലയാള ഗീതങ്ങൾ അതേ ശൈലിയിൽ പാടിയിരുന്ന ക്രമങ്ങൾ ഇപ്പോൾ സിനിമാ ഗാനങ്ങളുടെ മാതൃകയിലേക്ക് മാറ്റിയ കാരണം പല പള്ളികളിലും നാം ചെല്ലുമ്പോൾ കുർബാനയുടെ ഏത് ഭാഗമാണെന്ന് തിരിച്ചറിയാൻ പോലും വിഷമമായിട്ടിരിക്കുന്നു. എന്നാൽ പല പള്ളികളിലും ഇപ്രകാരമാക്കിയത് മാറ്റപ്പെടുത്തി ഒരുപോലെയുള്ള നമ്മുടെ പഴയ സുറിയാനി ഈണത്തിന് പാട്ടുകൾ
അഭ്യസിപ്പിക്കുന്നത് എല്ലാ പള്ളികളിലും ഒരു യൂണിഫോം ആയിരിക്കുന്നതല്ലേ നല്ലത്? പിന്നീട് പുരോഹിതന്മാർ കുർബാനയ്ക്ക് ശേഷം പലരെയും കുർബാനയ്ക്ക് തടസ്സം പറയുന്ന ഒരു കാര്യമാണ് അവർ ആദ്യം മുതലേ കുർബാന കാണാത്തതുകൊണ്ട് കുർബാന അനുഭവിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന്. അതിനാൽ കുർബാന കഴിഞ്ഞ് തലയ്ക്ക് പിടിക്കുന്നതിനും കുമ്പസാരിപ്പിക്കുന്നതിനും ഉള്ള അവസരങ്ങൾ ചിലർ കൊടുക്കാൻ മടി കാണിക്കുന്നു. ഇത് യേശുവിൻ്റെ സ്നേഹത്തിന് യോജിച്ചതല്ല. പിന്നീട് നമ്മുടെ സാധാരണ ഗീതങ്ങൾ കുർബാനയിൽ അൻപുടയോനെ എന്ന ഗീതം ചൊല്ലുമ്പോൾ പുരോഹിതരുടെ രഹസ്യപ്രാർത്ഥനയുടെ സമയം അല്പം കൂടെ നീളേണ്ടത് വരുമ്പോൾ അവർ വീണ്ടും ആ പാട്ട് തന്നെ പാടുന്നതിൽ നിന്നും മറ്റ് ശ്രാപ്പികളെ കണ്ട് ഏശായ എന്നുള്ള ഗീതവും മാറ്റപ്പെടുത്താവുന്നതാണല്ലോ. ഇപ്രകാരമുള്ള ചില കാര്യങ്ങൾ എല്ലാം ഒരു മാറ്റം വരുത്തുവാനായി നമുക്ക് ഉണരാം, ഉറങ്ങാതെ പ്രാർത്ഥിക്കാം. താങ്ക് യു.